വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊല്ലം ജില്ലയെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കേരളത്തില് നമ്മൾക്ക് അറിയാം, തിരുവിതാംകൂർ കൊച്ചി സംയോജനം, തിരു-കൊച്ചി സംയോജനം നടന്നു. അങ്ങനെ തിരു-കൊച്ചി സംയോജന സമയത്ത് 5 ജില്ലകൾ രൂപീകരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. 1949 ജൂലൈ 1 അല്ലെ. അങ്ങനെ 1949 ജൂലൈ 1 തിരു-കൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്ന ജില്ല തന്നെയാണ് ഏത്? കൊല്ലം ജില്ല കേട്ടോ. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള പട്ടണം എന്ന് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നു? കൊല്ലത്തെ വിശേഷിപ്പിക്കുന്നു. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലാണ്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊല്ലത്തെയാണ്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നു. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കുന്നതും കൊല്ലത്തെയാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കുന്നതും കൊല്ലത്തെ തന്നെയാണ്. അതുപോലെ അറബിക്കടലിന്റെ രാജകുമാരൻ എന്ന് കൊല്ലത്തെ വിളിക്കുന്നു. അറബിക്കടലിന്റെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കശുവണ്ടി ഫാക്ടറികളുടെ നാട്, കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നും കൊല്ലത്തെ വിളിക്കുന്നു. കൊല്ലത്തില് വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കുറേയധികം സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാലരുവി വെള്ളച്ചാട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തെന്മല ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, തെന്മല ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, മൺട്രോ തുരുത്ത്, ജഡായു പാറ, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, ഇതൊക്കെ തന്നെ ടൂറിസ്റ്റുകളെ കൊല്ലം ജില്ലയിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ്. ഇനി കൊല്ലത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണെങ്കിൽ, കേരളത്തില് ഏറ്റവും കുറവ് കടൽ തീരം ഏത് ജില്ലയിലാണ്? വളരെ കുറച്ച് കടൽ തീരം മാത്രമല്ല കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജില്ല പറയണം? കൊല്ലം ജില്ലയാണെന്ന് പറയണം. അതുപോലെ തന്നെ ധാരാളം ഇൽമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയ ധാതു നിക്ഷേപം കാണപ്പെടുന്നതും കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ഇൽമനൈറ്റ്, മോണോസൈറ്റ് ധാതു നിക്ഷേപം കൂടുതലാണ്. കുറച്ച് കടൽ തീരം മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിലെ പ്രധാന ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളായ നീണ്ടകരയും ശക്തികുളങ്ങരയും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളായ നീണ്ടകരയും ശക്തികുളങ്ങരയും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇനി കൺസ്യൂമർ ഫെഡിന്റെ സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്, സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ല് വന്നത്, കേരളത്തിലെ ആദ്യത്തെ പുസ്തകശാല സ്ഥാപിച്ചത് ഒക്കെ തന്നെ കൊല്ലത്താണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊല്ലത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ പ്രൊഡക്ഷൻ നടക്കുന്നത്, ചെമ്മീൻ പ്രൊഡക്ഷൻ പോലെ തന്നെ കശുവണ്ടി ഫാക്ടറികൾ കൂടുതലുള്ളത്, കാഷ്യൂ ഫാക്ടറീസ് കൂടുതലുള്ളത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മള് നദികളും കായലുകളും തടാകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട കായല് അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ്. അപ്പൊ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലടയും കൊല്ലത്താണ്. അതുപോലെ ചെമ്മീന്റെ പ്രൊഡക്ഷൻ പോലെ എള്ള് ഓണാട്ടുകരയിലാണ് സ്ഥലം പറയുമ്പോൾ പറയാ. എള്ളിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടുതലുള്ള കേരളത്തിലെ ഒരു സ്ഥലമാണ്, ജില്ലയാണ് കൊല്ലം. ഇനി അടുത്തത് വയോമിത്രം എന്ന് പറയുന്ന പ്രോജക്റ്റ് കേരളത്തിൽ ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്താന്ന് പറയാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളതും കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല കൊല്ലം ജില്ലയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ലയും ഏതാണ്? കൊല്ലം ജില്ലയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി അടുത്തത്, കേരളത്തിൽ ആദ്യമായിട്ട് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഏത് വില്ലേജ് ആണ്? കൊല്ലം ജില്ലയിലെ മേലില എന്ന് പറയുന്ന വില്ലേജ് ആണ്.
കേരളത്തിൽ ആദ്യമായിട്ട് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വില്ലേജ് ഏതാണ്? മേലില എന്ന് പറയുന്ന വില്ലേജ് ആണ്, കൊല്ലം ജില്ലയിലാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൗശൽ കേന്ദ്ര, ഇന്ത്യയിലെ ആദ്യത്തെ കൗശൽ കേന്ദ്ര സ്ഥാപിതമായത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൗശൽ കേന്ദ്ര സ്ഥാപിതമായി. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ കൗശൽ കേന്ദ്രം എവിടെയാണ്? ചവറയിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത്. കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി, കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി കൊല്ലം ജില്ലയിൽ പെരിനാട് കേട്ടോ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്നത് പന്മനയെയാണ്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലെ പന്മന എന്ന് പറയുന്ന ഗ്രാമത്തെയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കളിമൺ ഫാക്ടറി ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ കുണ്ടറയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കളിമൺ ഫാക്ടറി ആരംഭിച്ചത് കുണ്ടറയിലാണ് കേട്ടോ. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് ആരംഭിച്ചത് പുനലൂരാണ്. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് എവിടെ ആരംഭിച്ചത്? പുനലൂരാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ തെന്മല പറയണം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റും ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ഏതാണ്? തെന്മലയാണ്, കൊല്ലം ജില്ലയിലെ തെന്മലയാണ്. ഇനി കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി എവിടെയാ വന്നേ? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. എവിടെയാണ്? നീണ്ടകര. നീണ്ടകര എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്ത് എന്താ പറയുന്നത്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തുറമുഖമായിരുന്നു നീണ്ടകര. പക്ഷെ അന്നത് അറിയപ്പെട്ടിരുന്നത് നെൽക്കിണ്ട എന്ന പേരിലാണ്. അപ്പൊ പണ്ട് കാലത്ത് നെൽക്കിണ്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം ഇപ്പോൾ നീണ്ടകര എന്നറിയപ്പെടുന്നു അല്ലെ. അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനും എവിടെയാണ്? നീണ്ടകരയിലാണ്. ഇനി TKM എഞ്ചിനീയറിംഗ് കോളേജ് 1958 രൂപീകൃതമായ TKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? കൊല്ലം. ഇനി അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ESI മെഡിക്കൽ കോളേജ് വന്നത് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന സ്ഥലത്താണ്. കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓർക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ജലപാത നാഷണൽ വാട്ടർ വേ, കേരളത്തിലെ ആദ്യത്തെ NW3 നാഷണൽ വാട്ടർ വേ നമ്പർ 3 കൊല്ലത്തെയും കോട്ടപ്പുറത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലം ടു കോട്ടപ്പുറം. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽ പാത, അത് കൊല്ലത്തെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽ പാത അത് കൊല്ലത്തെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇൽമനൈറ്റ് മോണോസൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം എവിടെയാ ചോദിച്ചാൽ നമ്മൾ പറയും ചാവറ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കൊല്ലം ജില്ലയിലാണ് ചാവറ. അതുപോലെ കൊല്ലം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദേവസ്വം ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുകയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഗണപതി ക്ഷേത്രം അല്ലേ, നമുക്ക് ഗണപതിയാന്ന് എഴുതാൻ തോന്നും. പക്ഷെ പ്രതിഷ്ഠ ശിവനാണ്. അതൊന്ന് ഓർത്തു വെക്കാം. ഇനി തങ്കശ്ശേരി ബീച്ച് ഉണ്ട്. വളരെയധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തങ്കശ്ശേരി ബീച്ച് കേരളത്തിൽ ഏത് ജില്ലയിലാണപ്പോ? കൊല്ലം ജില്ലയിലാണ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എവിടെയാണപ്പോ? കൊല്ലം ജില്ലയിലാണ്. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം കൂടിയാണ് തങ്കശ്ശേരി. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം കൂടിയാണ് ഏത്? തങ്കശ്ശേരി ട്ടോ. ഇനി കേരളത്തില് വളരെയധികം വിസ്തീർണം കുറഞ്ഞ താലൂക്ക് ഏതാണ്? കുന്നത്തൂരാണ്. ഏതാണ്? കുന്നത്തൂരാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വിസ്തീർണം കുറഞ്ഞ താലൂക്കാണ് കുന്നത്തൂര്. ഏറ്റവും കുറവ് വില്ലേജുകളുള്ള താലൂക്കും ചോദിച്ചു കഴിഞ്ഞാൽ കുന്നത്തൂരാണ് പറയാ. ഏറ്റവും കുറവ് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്.
ഇനി പുനലൂരുണ്ട്. ഈ പുനലൂരിനെയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് പുനലൂര്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ചോദിക്കുമ്പോൾ പാലക്കാട് പറയും. ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂരാണ്. കാരണം ഈ പുനലൂര് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട് അവിടെ, ആര്യങ്കാവ് ചുരം. അതിക്കൂടെ ധാരാളം എന്താ പറയാ ചൂടുകാറ്റ് വന്നിട്ടാണ് അങ്ങനെ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശമായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദിക്കാം, കൊല്ലം ജില്ലയിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യങ്കാവ് ചുരാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഈ പുനലൂര് നമ്മൾ പറഞ്ഞു, പുനലൂർ എന്ന വേർഡിന്റെ മീനിങ് ഒക്കെ എന്താ അറിയോ നിങ്ങൾക്ക്? ജലനഗരം എന്നാണ്, വാട്ടർ സിറ്റി എന്നാണ് പുനലൂർ എന്ന് പറയുന്ന വേടിന്റെ നഗരം. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ 1964 സിരിമാവോ ശാസ്ത്രികൾ കരാർ പ്രകാരം ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായിട്ട് രൂപീകരിച്ച റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. ഒന്നും കൂടെ പറയാം, 1964 സിരിമാവോ ശാസ്ത്രികൾ കരാർ പ്രകാരം ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനായി രൂപീകരിച്ച റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിൽ പുനലൂരിലാണ് എന്ന് ഓർത്തുവെക്കാം. അതുപോലെ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ തന്നെയാണ് ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. ഇനി കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തനത് ഒരു കലാരൂപമാണ് നമ്മുടെ കഥകളി എന്ന് നമുക്കറിയാം. ആ കഥകളിക്ക് പ്രസിദ്ധമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് കൊട്ടാരക്കര അല്ലെ. ഈ കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടൊക്കെ അതിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഓർത്തു വെക്കുക. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിക്ക് പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പേരുകെട്ട സ്ഥലം ഏതാണ്? കൊട്ടാരക്കരയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം പറയണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? കൊല്ലാണ്. ഇനി അടുത്തിടെ ഇന്ത്യൻ കരസേന ഒരു ഏനാത്ത് ബെയിലി പാലം എന്ന് പറയുന്ന ബെയിലി പാലം നിർമ്മിക്കുകയുണ്ടായി. അത് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചത്? കല്ലട നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വളരെ എന്താ പറയാ ഒരു വലിയ ദുരന്തമാണ് ഏത്? പെരുമൺ തീവണ്ടി അപകടം. അത് 1988 ജൂലൈ 8 നടന്നത്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റിയിട്ട് അഷ്ടമുടി കായലിലേക്ക് മറിയുണ്ടായി. അപ്പൊ ആ ദുരന്തം നടന്നത് ഓർത്തുവെക്കുക. അഷ്ടമുടി കായലിലാണ് നടന്നതെന്നും 1988 ജൂലൈ 8 ഓർത്തുവെക്കുക. അതുപോലെ തന്നെ പുറ്റിങ്ങൽ എന്ന് പറയുന്ന പുറ്റിങ്ങൽ ദുരന്തം നടക്കുകയുണ്ടായി. 2016 നടന്നത്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പരവൂർ എന്ന് പറയുന്ന അവിടെ വെടിക്കെട്ട് അപകടമാണ് നടന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച ആദ്യത്തെ കമ്മീഷൻ എൻ കൃഷ്ണൻ നായർ കമ്മീഷനാണ്. ആദ്യത്തെ കമ്മീഷൻ കൃഷ്ണൻ നായരാണ്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തത് എസ് ഗോപിനാഥ് കമ്മീഷനാണ്. ഗോപിനാഥ് കമ്മീഷൻ. അപ്പൊ ഇവർ രണ്ടുപേരും തരാം. ആദ്യം അപ്പോയിന്റ് ചെയ്തത് കൃഷ്ണൻ നായരെയാണെങ്കിൽ രണ്ടാമത് റിപ്പോർട്ട് സമർപ്പിച്ചത് എസ് ഗോപിനാഥ് കമ്മീഷൻ ആണെന്നും കൂടി ഓർത്തു വെക്കാം. ഇനി കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. ഇനി പണ്ട് കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രദേശത്തിന്റെ പേര് കരുനാഗപ്പള്ളി എന്നാണ്. നമ്മുടെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഉണ്ടല്ലോ, അവര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം നടക്കുന്നു എന്ന് കണ്ടെത്തിയതും എവിടെ തന്നെയാണ്? നമ്മുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി കൊല്ലം ജില്ലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ആലുംകടവ്. ഇന്ത്യയിൽ ആദ്യമായി ഹൗസ് ബോട്ടിംഗ് നിർമ്മിച്ച സ്ഥലമാണ് ആലുംകടവ്. കെട്ടുവള്ളങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലവും ആലുംകടവ് തന്നെയാണ്. അപ്പൊ കെട്ടുവള്ളങ്ങൾ പ്രസിദ്ധമാണ് ആലുംകടവ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൗസിംഗ് ബോട്ട് നിർമ്മിച്ചതും ആലുംകടവാണ്. ഇനി മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നത്. ഈ വള്ളിക്കാവ് പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് പക്ഷേ അമൃതപുരി എന്നാണ്. എന്താണ്? അമൃതപുരി എന്നാണ്. അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രത്തിന്റെ പേരാണ് കോട്ടുകാൽ ഗുഹാക്ഷേത്രം. ഏതാണ്? കോട്ടുകാൽ ഗുഹാക്ഷേത്രം. ഇനി കൊല്ലം ജില്ലയിൽ തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കണം.
ഇനി നമ്മളോട് ചോദിക്കും, പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ തെന്മല ഡാമിനെയാണ്. എന്താണ്? തെന്മല ഡാമിനെയാണ്. അതുപോലെ കന്റോൺമെന്റ് മൈതാനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പീരങ്കി മൈതാനം. ഇത് കന്റോൺമെന്റ് മൈതാനം എന്ന് പറഞ്ഞാലും പീരങ്കി മൈതാനം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്താണ്. അതുപോലെ ആശ്രാമം മൈതാനവും കൊല്ലത്താണ്. അപ്പൊ പരപ്പാർ ഡാം അല്ലെങ്കിൽ തെന്മല അണക്കെട്ട് കൊല്ലത്താണ്. പീരങ്കി മൈതാനം അഥവാ കന്റോൺമെന്റ് മൈതാനം കൊല്ലത്താണ്. ആശ്രാമം മൈതാനവും എവിടെ തന്നെയാണ്? കൊല്ലത്താണ്. ഇനി ഈ കൊല്ലത്തെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു ബീച്ചിന്റെ പേരാണ് തിരുമുല്ലവാരം ബീച്ച്. അപ്പൊ തിരുമുല്ലവാരം ബീച്ചും എവിടെ തന്നെയാണ്? കൊല്ലത്താണെന്ന് ഓർക്കുക. ഇനി കൊല്ലത്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പാലം, നമ്മുടെ പുനലൂർ തൂക്കുപാലം. ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം. നമ്മൾ നേരത്തെ പറയേണ്ടായി പുനലൂരിന്റെ പ്രത്യേകത ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 1877 നമ്മുടെ ആൽബർട്ട് ഹെൻറി, ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറിയാണ് ഇതിന്റെ ശില്പി. ഏതിന്റെ ശില്പി? പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി. 1877 നിർമ്മിച്ചതാണ്. ആൽബർട്ട് ഹെൻറിയാണ് ശില്പി. ശില്പിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. കല്ലടയാറിലാണ് എന്ത്? പുനലൂർ തൂക്കുപാലം. ഇതിന് പുനലൂർ തൂക്കുപാലം എവിടെയപ്പോ? കല്ലടയാറിലാണെന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, അതിന്റെ ഉപജ്ഞാതാവ് MN ഗോവിന്ദൻ നായരാണെന്നൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ആ ലക്ഷം വീട് പദ്ധതിക്ക് ഉദ്ഘാടനം നടന്നത്, അത് തുടക്കം കുറിച്ചത് എവിടെയാണ്? ചടയമംഗലം അല്ലെങ്കിൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, 1953 നീണ്ടകരയിൽ ആരംഭിച്ച എന്താണ് ഒരു ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിനെ കുറിച്ച്. ആ കമ്മ്യൂണിറ്റി പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡോ നോർവീജിയൻ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത അല്ലെ ഇന്ത്യയിലെ സ്ഥലം 1953 ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്നറിയപ്പെടുന്ന സ്ഥലം. ഇനി അടുത്തത്, നീണ്ടകരയെ കുറിച്ച് പറയുമ്പോൾ നീണ്ടകര പാലത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, സേതു ലക്ഷ്മിബായി പാലം. അപ്പൊ സേതു ലക്ഷ്മിബായി പാലം എന്ന് പറഞ്ഞാലും നീണ്ടകര പാലം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ. ഇനി കൊല്ലം ജില്ലയില് അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ജടായുപാറ. ചടയമംഗലത്തെ ജടായുപാറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ. ഈ ജടായു പക്ഷി പ്രതിമയുടെ ശില്പി രാജീവ് അഞ്ചലാണ്. ആരാണ്? രാജീവ് അഞ്ചലാണ്. ജടായു നാഷണൽ പാർക്കൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ സുരേഷ് ഗോപിയാണ്. ആരാണ്? സുരേഷ് ഗോപി. കേരളത്തിൽ ആദ്യമായിട്ട് ISO 9001 അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലമാണ്. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ച പോലീസ് കമ്മീഷണർ ഓഫീസ് ഏതാണ്? കൊല്ലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊല്ലം ജില്ലയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്. കൊല്ലം ജില്ലയിലാണെന്ന് നമ്മൾ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്താ സംഭവം? പല രീതിയിൽ ഇതിനെ പറയാം. അതായത് കല്ലടയാറും അഷ്ടമുടി കായലും തമ്മിൽ ചേരുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ആ ദ്വീപിന്റെ പേരെന്ത്? മൺട്രോ ദ്വീപ് അല്ലെങ്കിൽ മൺട്രോ തുരുത്ത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ല. അല്ലെങ്കിൽ ചോദിക്കാം, കല്ലട നദി, അഷ്ടമുടി കായൽ എന്നിവയാൽ ചുറ്റപ്പെട്ട 8 ചെറുദ്വീപുകളുടെ കൂട്ടത്തിന് വിളിക്കുന്ന പേരെന്ത്? അതും എന്തുതന്നെയാണ്? മൺട്രോ തുരുത്ത് അല്ലെങ്കിൽ മൺട്രോ ദ്വീപ്. ഇനി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലം ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാ പറയാ? മൺട്രോ തുരുത്ത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്തത് കൊല്ലം ബൈപ്പാസിനെ കുറിച്ചാണ് പറയണത്. കൊല്ലം ബൈപ്പാസുമായി ബന്ധപ്പെട്ട പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? അഷ്ടമുടിയിലാണ്. അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്നു. ബൈപ്പാസ് റോഡ് ബന്ധിപ്പിക്കുന്നത് കാവനാടിനെയും മേവറത്തെയുമാണ്. കാവനാടിനെയും മേവറത്തെയുമാണ്. കൊല്ലം ബൈപ്പാസ് ആരാണ് രാജ്യത്തിന് സമർപ്പിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് അല്ലെ. ഇനി അഷ്ടമുടി കായല് നമ്മളിപ്പോ
അഷ്ടമുടി കായലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്, ഏതാണ്, ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. ഏതാണ്? നീണ്ടകര അഴി. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ കേരള ഫാക്സ് പഠിച്ചപ്പോ ശെന്തരുണി വന്യജീവി സങ്കേതം മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട, അത് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചരിത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഭൂമിശാസ്ത്രവുമായിട്ട് കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തത് കേട്ടോ. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ മ്യൂസിയം അല്ലെങ്കിൽ കേരള പോലീസ് മ്യൂസിയത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? കൊല്ലം ജില്ലയാണ്. നമ്മൾ പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചിട്ടുണ്ട്. SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനവും എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. ഇനി നമ്മൾ എന്താ പറയാ, ആരാധനാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പറയാവുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്ന്, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ക്ഷേത്രപ്രവേശന വിളംബരത്തിനു മുൻപും എല്ലാ മതക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. പ്രതിഷ്ഠയും ചുറ്റുമതിലുമില്ലാത്ത കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തില് ജൂൺ മാസത്തിൽ നടക്കുന്ന, എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടക്കുന്ന പ്രധാന ആഘോഷത്തെ നമ്മൾ ഓച്ചിറ കളി എന്ന് വിളിക്കുന്നു. എന്താണ് ആഘോഷം? ഓച്ചിറ കളി. ഇനി അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന്റെ പേരാണ് 12 വിളക്ക്. വേറെ അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ 12 വിളക്കും ജൂൺ മാസത്തിൽ ഓച്ചിറ കളിയും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നു. ഇനി അടുത്തത് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടുകൽ ഗുഹാക്ഷേത്രം. കോട്ടുകൽ ഗുഹാക്ഷേത്രം ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് പുരുഷന്മാര് സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് താലപ്പൊലി നടത്തുന്ന ഒരു ക്ഷേത്രം. നമ്മളിപ്പോ മീഡിയാസിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. അത് ചവറയിലാണ്. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. എന്താണ് ക്ഷേത്രത്തിന്റെ പേര്? കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. ഇനി കേരളത്തിൽ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമേ ഉള്ളൂ. അത് കൊല്ലം ജില്ലയിലാണ്, മലനട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ഒരേ ഒരു ശകുനിയുടെ ക്ഷേത്രമേ ഉള്ളൂ. അത് പവിത്രേശ്വരം ക്ഷേത്രം. അതും എവിടെ തന്നെയാണ്? കൊല്ലത്താണ്. ഇനി നമ്മള് ആലപ്പുഴ പഠിച്ചപ്പോ നമ്മൾ പല വള്ളം കളികളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള അഷ്ടമുടി കായലിൽ നടക്കുന്ന, എല്ലാ വർഷവും നവംബർ 1-ാം തീയതി നടക്കുന്ന ഒരു വള്ളം കളിയാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി കേട്ടോ. ആദ്യമായിട്ട് 2011 ഇത് നടന്നത്. ശ്രീ ഗണേഷ് ചുണ്ടൻ വള്ളമാണ് ഇത് നേടിയത്. എന്ത് നേടിയത്? ആ ട്രോഫി നേടിയത്. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രമായ 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രമായ എന്താണ്? 1000 തെങ്ങ്. ഇനി കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗോത്രവർഗ വിഭാഗമുണ്ട്. കൊല്ലത്തും ഉണ്ട്, പത്തനംതിട്ടയുണ്ട്. അവരുടെ പേരാണ് മലമ്പണ്ടാരം. മലമ്പണ്ടാരം എന്ന് വിളിക്കുന്ന അപൂർവ ഗോത്ര വിഭാഗങ്ങൾ കാണപ്പെടുന്നത് കൊല്ലത്തും ഉണ്ട്, പത്തനംതിട്ടയിലുണ്ട് കേട്ടോ. ഇനി തീരദേശ തൊഴിലാളികൾക്കായി നാഷണൽ ഇൻഫോർമേഷൻ സെന്ററിന്റെ സഹായത്തോടു കൂടി ഒരു ആപ്പ് കൊല്ലം ജില്ലയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ആ ആപ്പിന്റെ പേരാണ് സാഗര. എന്താണ്? സാഗര. അതുപോലെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന നടന്നോളൂ. ആ സമയത്ത് മദ്രാസ് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയോട് ചേർക്കപ്പെട്ട കൊല്ലം ജില്ലയിലെ ഒരു താലൂക്ക് ഉണ്ട്. ആ താലൂക്കിന്റെ പേരാണ് ചെങ്കോട്ട. ഏതാണ്? ചെങ്കോട്ട താലൂക്ക്. ഇനി കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുര്യോട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിൽ കുര്യോട്ടുമല എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി നമ്മൾ അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്, പഠിക്കണം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കൊല്ലം ജില്ലയിൽ വെള്ളിമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കൊല്ലം ജില്ലയിൽ വെള്ളിമണ്ണാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയിലാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയിലാണ്. കേരള പ്രമോ പൈപ്പ് ഫാക്ടറി ലിമിറ്റഡ്, കേരള പ്രമോ പൈപ്പ് ഫാക്ടറി ലിമിറ്റഡ് കൊല്ലം ജില്ലയിൽ ചവറയിലാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൊട്ടാരക്കരയിലാണ്. വളരെ പ്രധാനം, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അടുത്തതും ചോദിച്ചിട്ടുണ്ട്. കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയിലാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയിലാണ്. കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ കാപ്പെക്സ്. ഈ കാപ്പെക്സിന്റെ ആസ്ഥാനം മുണ്ടക്കലാണ്, കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ.
കേരള സ്റ്റേറ്റ് ഫാമിൻ കോർപ്പറേഷന്റെ ആസ്ഥാനം പുനലൂരാണ്. കേരള സ്റ്റേറ്റ് ഫാമിൻ കോർപ്പറേഷൻ പുനലൂരാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറയിലാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറ. ഇന്ത്യൻ റയർ എർത്തും എവിടെ തന്നെയാണ്? ചവറയിലാണ്. ഇന്ത്യൻ റയർ എർത്ത്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചവറയിലാണ്. അപ്പൊ ഇത്രയാണ് കൊല്ലം ജില്ലയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയാനുള്ളത്, സ്ഥാപനങ്ങളുടെ. അപ്പൊ ഇത്രയാണ് കേരളത്തിൽ കൊല്ലം ജില്ലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.